നിങ്ങൾ ഈ ഡയബറ്റിക് റെട്ടിനോപ്പതി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിവുള്ള ഒരു അസുഖമാണ്. എൻ്റെ കൂടെ ചെറുപ്പം മുതലേ പഠിച്ച എൻ്റെ ഒരു സുഹൃത്തിന് ഡയബറ്റിക് റെട്ടിനോപ്പതി ഉണ്ടാവുകയും പിന്നീട് അത് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് വരെയുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ഇപ്പോൾ സർജറിയും അതുപോലെ ലേസർ മരുന്നൊക്കെ ആയിട്ട് കാഴ്ച തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. സത്യത്തിൽ അവൻ്റെ ഒരു സുഹൃത്തായിട്ട് കണ്ണിനെക്കുറിച്ച് അല്പസ്വല്പം കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ടുള്ള ഞാൻ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിച്ചെങ്കിൽ അതിനൊരു പരിധിവരെ ഞാനും കാരണക്കാരനാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ആരും അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഗറുള്ള ആളുകൾക്ക് ഡയബറ്റീസ് അഥവാ പ്രമേഹം നമ്മുടെ നാടൻ ഭാഷയിൽ ഷുഗർ എന്ന് പറയും. ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഷുഗറുള്ള ആളുകൾക്ക് കണ്ണുമായി സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. അവർക്ക് നേരത്തെ കാലത്തെ തിമിരം വരാം, ഗ്ലോക്കോമ ഉണ്ടാവാം. അതുപോലെ തന്നെ ഒന്നാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇതിൽ ഈ ഗ്ലോക്കോമയും അതുപോലെ തിമിരം ഒക്കെ ഡയബറ്റീസ് ഇല്ലാത്ത ആളുകൾക്കും ഉണ്ടാവാം. പക്ഷേ ഡയബറ്റിക് റെറ്റിനോപ്പതി ഷുഗറുള്ള ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഒരു തിമിരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ തിമിരമുള്ള ലെൻസ് മാറ്റിക്കൊണ്ട് പുതിയ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കാഴ്ച തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷേ ഗ്ലോക്കോമയുടെയും ഡയബറ്റിക് റെറ്റിനോപ്പതിന്റെ ഒക്കെ പ്രത്യേകത ഇത് ബാധിക്കുന്നത് ഞരമ്പുകളെയാണ്. ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിൽ ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ കാഴ്ച നഷ്ടപ്പെടാതെ നിലനിർത്താൻ പറ്റാന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗറുള്ള എല്ലാ ആളുകളും നിർബന്ധമായിട്ടും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം? കണ്ണാശുപത്രിയിൽ പോയിട്ട് കണ്ണിൽ മരുന്ന് വെച്ച് വിശദമായിട്ട് കണ്ണ് പരിശോധിക്കേണ്ടത്. അത് കാഴ്ചക്കുറവില്ലാത്ത ആളുകളാണെങ്കിൽ പോലും. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ കാലത്തെ ഈ കണ്ണിന്റെ തകരാറുകൾ കണ്ടുപിടിക്കാൻ പറ്റുകയും അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തുടർന്ന് നഷ്ടപ്പെടാതിരിക്കാം, കാഴ്ച നഷ്ടപ്പെടാതെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. കാരണം വളരെ സൈലന്റ് ആയിട്ടാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആശുപത്രിയിൽ പോയിട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും കാഴ്ച പരിശോധിക്കുക എന്നുള്ളതാണ്. കാഴ്ച കണ്ണിന് മരുന്ന് വെച്ച് വിശദമായിട്ട് പരിശോധിക്കണം. ഇനി നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഡയബറ്റീസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുക. നിങ്ങൾ വല്ല ആരോഗ്യ പ്രവർത്തകരോ മറ്റോ ആണെങ്കിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരാണെങ്കിൽ പോലും ഷുഗറുള്ള ആളെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരോട് കണ്ണൊന്ന് പരിശോധിക്കാൻ പറയാം. കാരണം നമുക്ക് ലോകത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടായാലും അതൊന്ന് കണ്ട് ആസ്വദിക്കാൻ ക്വാളിറ്റി ഉള്ള കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ കാഴ്ചന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും നഷ്ടമല്ല. അത് സമയമായിട്ടാണെങ്കിലും ശരി, പണമായിട്ടാണെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ അറിവ് നേടുക, ബോധവാന്മാരാവുക. ഓക്കെ, താങ്ക് യു.